ആത്മപ്രേരിതനായി പരിശുദ്ധാത്മ നിവേശിതനായി ഈ ദൈവത്തിന്റെ അഭിഷേകൻ വീണ്ടും ആ റൂമിലേക്ക് കടന്നു. റാഹേലമ്മയുടെ വെട്ടിനരികിൽ ദൈവദാസൻ മുട്ടുകുത്തി കണ്ണുനീർ ചാലുകൾ വീട്ടി പ്രാർത്ഥിപ്പാൻ ആരംഭിച്ചു. അന്യഭാഷയിൽ ആത്മനിറവിൽ ദൈവത്തെ സ്തുതിപ്പാൻ ആരംഭിച്ചു. പുറത്താളുകൾ കൂക്കുവിളിക്കാൻ തുടങ്ങി. സാറേ വല്ല ഭൂതവാദയമാണെങ്കിൽ സാറിന്റെ അന്യഭാഷ നടക്കും. കരിമൂർക്കന്റെ വിഷയത്തോട് സാറിന്റെ അന്യഭാഷ നടക്കരുത് പറഞ്ഞ് ജനം കളിയാക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നേരിട്ട് ഈ വിഷത്തെ ശാസിക്കുവാൻ തുടങ്ങി. 20 മിനിറ്റ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ശബ്ദിച്ചു, കരുതിരിച്ചിരിക്കുന്നു. അതുമാത്രമല്ല, വേർപാടുകാരിയായ റാഹേലമ്മ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ഉടനെ നാട്ടുകാർക്ക് മനസ്സിലായി വേണ്ടി ആവരിക്കുന്നത് ദൈവശക്തിയാ. എത്ര ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയോ? പാമ്പുകളെയും തെളികളെയും ശത്രുവിന്റെ സകലത്തെ ചവിട്ടുവാൻ ദൈവം നിനക്ക് അധികാരം തന്നിരിക്കുകയാണ്. ദൈവം നിനക്ക് അധികാരം തന്നിരിക്കുകയാണ്. ദൈവം നിനക്ക് അധികാരം തന്നിരിക്കുകയാണ്. ഒരു പക്ഷെ നീ പറയും ഇത് അന്ന് നടന്നിന്ന് നടക്കത്തില്ലെന്ന്. അങ്ങനെ ആരെങ്കിലും ഇതിനകത്ത് വിളിച്ചു പറയുമെങ്കിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു. യെശയ്യാവ് 43:13 എന്താ എഴുതിയിരിക്കുന്നത്? എന്നും ഞാൻ അനന്യൻ തന്നെ. എത്രവർക്ക് കര ഉയർത്തിക്കൊണ്ട് പറയാൻ കഴിയും എന്റെ ദൈവം അനന്യനാണ്. ഉണ്ണൂടി സാറിന് വേണ്ടി പ്രവർത്തിച്ചവൻ, കുക്കു സാഹിബിന് വേണ്ടി പ്രവർത്തിച്ചവൻ, തോമസിന് വേണ്ടി പ്രവർത്തിച്ചവൻ, ജോൺസിന് വേണ്ടി പ്രവർത്തിച്ചവൻ നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനല്ലേ? ശക്തിയോട് നിന്റെ തലമുറയ്ക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കും. നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. കര ഉയർത്തിയ ശക്തിയോട് ദൈവത്തെ സ്തോത്രം. ഇന്ന് രാത്രി ഈ ഹോളിൽ വന്ന സകല മാതാപിതാക്കളും ഒരു കരം നെഞ്ചിൽ വെച്ച് മറുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി കരഞ്ഞിട്ട് വേണം ഇവിടുന്ന് പോകാൻ. എന്താ കരയേണ്ടത്? കർത്താവേ, എന്റെ മേലുള്ള ആത്മാവ് എന്റെ വായിൽ നിന്നും, എന്റെ വായിൽ നിന്നും, എന്റെ സന്തതിയുടെ വായിൽ നിന്നും, എന്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും. ഒരുപക്ഷെ നിന്റെ തലമുറ കൃപയിലായിരിക്കാം. അടുത്ത തലമുറ എങ്ങനായിരിക്കും? കൈ ഉയർത്തി സ്തോത്രം പറ. ഞാൻ പറയുമ്പോൾ പ്രാർത്ഥിച്ചാൽ മതി. രണ്ട് ദിവസം ഞാൻ പറഞ്ഞില്ല, ഇത് എന്റെ ദൈവം പറഞ്ഞ വാഗ്ദത്തമാണ്. നോക്കിയിരിക്കൂ, ധൃതി വെക്കരുത്. നമുക്ക് പ്രാർത്ഥിച്ചു വിടുതലേറ്റ് വേണം ഇവിടുന്ന് മടങ്ങാൻ. കൈ ഉയർത്തി ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാൽ ഞാൻ പറയുമ്പോൾ പ്രാർത്ഥിച്ചാൽ മതി. രണ്ട് ദിവസം ഞാൻ പറഞ്ഞില്ല, ഇത് എന്നോട് പറഞ്ഞ വാഗ്ദത്തമാണ്. എന്റെ 6-ാമത്തെ വയസ്സിൽ എന്റെ അപ്പന്റെ കരം പിടിച്ച് ഞാൻ പെന്തക്കോസ്ത് പോലാണ് നിങ്ങളോട് പറഞ്ഞിട്ടില്ല. അവിടെ പാടിയ പാട്ടിന്റെ അടി വരെ ഞാൻ മറന്നിട്ടില്ല. യേശു നല്ലവൻ, യേശു നല്ലവൻ, നല്ല രക്ഷകൻ തന്നാമ വാഴ്ത്തിപ്പാടും. നീണ്ട മരുഭൂമി യാത്രയിൽ വേണ്ടതല്ല എന്ന് യാതിരിക്കും. ഒരിക്കലും വിട്ടുപിരിയാത്തവനെ എൻ്റെ അപ്പൻ എനിക്ക് പരിചയപ്പെടുന്നിട്ട് എൻ്റെ അപ്പൻ നിത്യനാട്ടിലേക്ക് മറന്നുപോയി. എൻ്റെ അപ്പൻ വിട്ടുപോയെങ്കിലും എൻ്റെ അപ്പനെ യേശു എനിക്ക് തന്നു. അവൻ ഇതുവരെ എന്നെ വിട്ടുപോയിട്ടില്ല. നിങ്ങൾക്ക് എത്രവർക്ക് ശക്തിയോട് സ്വാതന്ത്ര്യം. ഇതെപ്പോഴാ പറഞ്ഞത് കേൾക്കാത്തവർക്കൂടി ഞാൻ പറയാം. ഒരിക്കലും ഒരു പെന്തക്കോസ്തുകാരുടെ വീട്ടിൽ ചെന്നപ്പോൾ ഒരു ലാടവൈദ്യൻ, ഒരു മന്ത്രവാദി അവിടെ വീട്ടിലിരിക്കുന്നു. അവർക്ക് അറിഞ്ഞുകൂടെ ഇവൻ മന്ത്രവാദിയാണ്. എനിക്ക് മനസ്സിലായി ഇവൻ ദുരാത്മാവുള്ളവനാണ്. ഞാൻ അവനോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അവൻ ചോദിച്ചു, നിങ്ങൾ ആരാത് പറയാൻ? ഞാൻ പറഞ്ഞു, ഇവിടെ ഇറങ്ങണം. ഇറങ്ങാതെ വന്നപ്പോൾ അവരുടെ കൈക്ക് ഞാൻ പിടിച്ചിട്ട് പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ നീ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. പോയ പോക്കിൽ അവൻ അങ്ങോട്ട് നീങ്ങി നിന്ന് എന്നെ പ്രാഗി. കൈ രണ്ടും തലയെ വെച്ചിട്ട് അവൻ എന്നോട് പറഞ്ഞു, എടാ നീ പെണ്ണ് കെട്ടാൻ പോകുന്നില്ലാന്ന്. ഞാൻ ഇവിടെ തന്നെയാണ് ഇരിക്കുന്നത്. കല്യാണം കഴിക്കാൻ പോകും. മനസ്സിലൂടെ കുറച്ചുകൂടെ അങ്ങോട്ട് നീങ്ങിട്ടാൻ പറയുക, അഥവാ നീ പെണ്ണ് കെട്ടിയാലും നിനക്ക്
കൊച്ചുങ്ങളുണ്ടാകാൻ പോകുന്നില്ലടാ. അത് എനിക്ക് മനസ്സിലായി. ഇവന്റെ പ്രാക്ക് ഇവന് തന്നെ വിശ്വാസമില്ലെന്ന്. അന്ന് ഇവനെ അഥവാ എന്ന് പറഞ്ഞു. രാത്രി ദൈവസം വന്ന ദൈവത്തിലേ, എൻ്റെ ദൈവം നിന്നോട് അഥവാ എന്ന് പറയുന്നവനല്ല. അവനു എന്ന് പറഞ്ഞാൽ ഉവെന്ന, ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ലെന്ന. നിന്നോടൊരു വാക്കവൻ പറഞ്ഞോ അതവൻ പാലിക്കും. യേശുവിന്റെ നാമത്തിൽ പറയുന്നു, നിന്റെ തലമുറയെക്കുറിച്ച് ദൂത് തന്നിട്ടുണ്ടോ അതവൻ നിവർത്തിക്കും, നിവർത്തിക്കും, നിവർത്തിക്കും. സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ലെങ്കിലും അത് നിവർത്തിക്കും. നിന്നോട് പറഞ്ഞ വാക്തത്തിന് വിരുദ്ധമായി സംഭവിച്ചാലും വിശ്വസിക്ക്. വാക്കു പറഞ്ഞവൻ പാലിപ്പാൻ ശക്തനായവനാ. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാണ്. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാണ്. നിന്നെ ഓർമ്മത്ത് കൊണ്ടെത്തിക്കും എന്ന് പറഞ്ഞാൽ അവൻ കൊണ്ടെത്തിക്കും. സകല വിഷയം റദ്ദാക്കപ്പെട്ടാലും അവിടെ അവൻ കരമടിച്ച് ശക്തിയാണ് ദൈവത്തെ സ്തുതിച്ചാടുന്ന രാത്രി. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്. നിങ്ങൾ മൗനമായിരിക്കാതെ പെന്തക്കോസ്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ ഇന്ന് രാത്രി. തലമുറയ്ക്ക് വേണ്ടി കരയുന്ന ദൈവങ്ങളെ, പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളെ, 1000 പ്രാവശ്യം നിന്റെ മുമ്പിൽ അസാധ്യം, അസാധ്യം, അസാധ്യം എന്ന് പറയുമ്പോൾ യേശുവിന്റെ നാമത്തിൽ നീ വിളിച്ചു പറ, എന്റെ ദൈവത്താൽ സാധ്യം. എന്റെ ദൈവത്താൽ സാധ്യം. ഇവനെ പ്രാഗി നീ കല്യാണം കഴിക്കില്ലെന്ന്, നിനക്ക് മക്കളുണ്ടാകില്ലെന്നും പറഞ്ഞ് പ്രാഗി തുടങ്ങിയപ്പോ ഞാൻ തമ്പുരാന്റെ ചോദിച്ചു, കർത്താവേ ഇവരെന്നെ പ്രാഗി നിന്ന് കണ്ടില്ലേ? പേടി കൊണ്ടെന്ന് പറഞ്ഞ ചെറിയ ഭയം. ഉടനെ കർത്താവേ നിനക്ക് എന്നോട് വല്ലതും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. തമ്പുരാൻ പറഞ്ഞതാ, മോനെ ഞാൻ നിന്നോട് ചെയ്യുന്ന ഈ മോയിതാകുന്ന യഹോവയോട് ചെയ്യുന്നു. നിന്റെ പേരോട് എൻ്റെ ആത്മാവും, നിന്റെ വായിൽ ഞാൻ വചനവും, നിന്റെ വായിൽ നിന്നും, നിന്റെ സന്തതിയുടെ വായിൽ നിന്നും, നിന്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും വിട്ടുമാറുകയും. മന്ത്രവാദിയുടെ പ്രാക്ക് എവിടെ കിടക്കുന്നു? തമ്പുരാന്റെ അനുഗ്രഹം എവിടെയിരിക്കുന്നു? ദൈവം പ്രാകാത്തവനെ ആര് പ്രാകും? ദൈവം ശവിക്കാത്തവനെ ആര് ശവിക്കും? യേശുവിന്റെ നാമത്തിൽ ഞാൻ എന്ന് പറയുന്നു, പിശാചും അവന്റെ 1000 ദൂതന്മാരും നിന്നെയും നിന്റെ തലമുറയെയും പ്രാഗിയാലും ആ പ്രാക്കിനെ യേശു അനുഗ്രഹമാക്കി മാറ്റും. ദൈവത്തെ സ്തുതിക്ക്, ശക്തിയോട് ദൈവത്തെ ആരാധിക്കുന്ന രാത്രി. വാറ്റത്വം നിനക്ക് മാത്രമുള്ളതല്ല, സന്തതിക്കുമുള്ളതാണ്. ദൈവവാറ്റത്വം നിന്നിൽ നിറവേറും, നിന്റെ തലമുറയിൽ നിറവേറും. നീ അത് വിശ്വസിക്കണം. എന്തെല്ലാം വിരുദ്ധമായി നീ കണ്ടാലും ഈ ദൈവദാസി പറഞ്ഞ പോലെ നീ പോയ ശേഷം നിന്റെ തലമുറ ഇവിടെ യേശുവിനെ ഉയർത്തണം. കര ഉയരുമെന്ന് രാത്രി. കാരണം വേദപുസ്തകം പറഞ്ഞു, നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. നിന്നെ കൊണ്ട് ചെയ്തെടുക്കാൻ കഴിയാത്തത് നിന്റെ തലമുറയെ കൊണ്ട് ചെയ്തെടുക്കുക. ഒരുത്തന്റെ ചെങ്കോൾ നീതിമാന്റെ അവകാശം നിൽക്കില്ല. നിനക്കുള്ളതൊന്നും സാത്താൻ അവകാശമല്ല. നീ യേശുവിന്റെ നാമത്തിൽ പറയണം, എന്റെ തലമുറ എന്റെ കർത്താവിനെ ഉയർത്തും, എന്റെ തലമുറ എന്റെ യേശുവിനെ ഉയർത്തും. എന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി എന്റെ തലമുറ മേൽ വ്യാപരിക്കും, എന്റെ സന്തതിയുടെ മേൽ വ്യാപരിക്കും. അത് വ്യാപരിക്കണം, അത് വ്യാപരിക്കണം. എന്റെ കൊച്ചുമക്കളൊക്കെ അന്യഭാഷ ദൈവത്തെ സ്തുതിക്കുന്ന എനിക്ക് കാണണം. എന്റെ മക്കൾ ആത്മാവിൽ ആരാധിക്കുന്ന എനിക്ക് കാണണം. എത്ര പേർക്ക് രാത്രി അതിനാഗ്രഹമുണ്ട്? ഞാൻ കഴിഞ്ഞ രാത്രി ഹോളിൽ പറഞ്ഞതുപോലെ വളരെ കണ്ട് നിന്റെ സന്താനം നഷ്ടപ്പെടില്ല. നാളുകളായി കരയുന്ന ദൈവം എന്തോ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ് അയക്കുന്നത്. നാളെ ഞാൻ രാത്രി കർത്താവിന്റെ വരവിനെ കുറിച്ച് പ്രസംഗിക്കും, പ്രോമിസ്. നാളുകളായി കരയുന്ന ദൈവം എന്റെ കണ്ണതിൽ അവിടെ തുരുത്തിയിലുണ്ട്, അതവരുടെ പുസ്തകത്തിലുണ്ട്. അത് വെറുതെയാകത്തില്ല. നീ തലമുറയ്ക്ക് വേണ്ടി കരയുന്നവനെങ്കിൽ ദൈവത്തിന്റെ അഭിഷക്തനായി ഞാൻ നിനക്ക് വാക്ക് തരാം. നിന്റെ തലമുറ എവിടെ പോയാലും അനുഗ്രഹിക്കപ്പെടും.